ഇത്തരം സംഭവങ്ങളുടെ പിന്നാമ്പുറങ്ങളിലേക്കുള്ള രാഷ്ട്രീയ കളികളിലെ കഥാപാത്രങ്ങളെ അവർക്ക് മുസ്ലിം ലീഗിനും CPM-ന്റെയും ബോധപൂർവമായ ശ്രമങ്ങൾ കൊണ്ട് നടക്കുകയുണ്ടായി. SDPയുടെ ശക്തമായ ഇടപെടലാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം ലോകത്തിന്റെ മുന്നിലേക്ക്, കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കാൻ കാരണമായിട്ടുള്ളത്. തുടർന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും അവിടെ സന്ദർശിച്ചു. SDPയുടെ പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഏറിയതിൽ ഇനിയും ഏതാനും ആവശ്യങ്ങൾ SDP മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനുള്ള പ്രത്യേക പരിപാടികളുമായി കൊണ്ട് പാർട്ടി മുന്നോട്ട് പോവുകയാണ്. ഈ പരിപാടിയിലേക്ക് ഒരുക്കിയെത്തിയിട്ടുള്ള ആയുധങ്ങൾക്ക് ആദ്യമായി ഞാൻ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. പരിപാടിയിലെ അധ്യക്ഷത വഹിക്കുന്നത് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനും SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ P. അബ്ദുൽ ഹമീദ് മാസ്റ്ററാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് SDPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം E. അബൂബക്കർ സാഹിബ്. അഭിസാഹിബിനെ ആദരവോടും സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് KH നാസർ സംസ്ഥാന ജനറൽ സെക്രട്ടറി പോപ്പുലേഷൻ, മാധ്യമപ്രവർത്തകൻ, കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട മനുഷ്യാവകാശ പ്രവർത്തകൻ A. വാസുവേട്ടൻ, SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി MK മനോജ് കുമാർ, BSP ജനറൽ സെക്രട്ടറി ഗഫൂർ പുതുപ്പാടി, PDP സീനിയർ ജനറൽ സെക്രട്ടറി K. അബ്ദുള്ള, പ്രൊഫസർ E. അബ്ദുൾ റഷീദ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മെക്ക, അഡ്വക്കേറ്റ് ഫാറൂഖ് മുഹമ്മദ് സംസ്ഥാന കമ്മിറ്റി അംഗം സുന്നി യുവജന ഫെഡറേഷൻ, PK അബ്ദുൽ ലത്തീഫ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി MES, SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി നസറുദ്ദീൻ സായി ബളമരം, VT ഇക്രാമുലക് സംസ്ഥാന സമിതി അംഗം, PK ഉസ്മാൻ സംസ്ഥാന സെക്രട്ടറി, AK അബ്ദുൽ മജീദ് സംസ്ഥാന സമിതി അംഗം, ജില്ലാ വൈസ് പ്രസിഡന്റ് അഹമ്മദ് മാസ്റ്റർ, TK കുഞ്ഞമ്മദ് ഫൈസി, MA സലീം കോഴിക്കോട് ജില്ലാ ഗജാഞ്ചി, CK റഹീം മാസ്റ്റർ നാദാപുരം മണ്ഡലം പ്രസിഡന്റ്. ഈ പരിപാടിയിൽ വളരെ പ്രധാനമായി പങ്കെടുക്കുന്ന വ്യക്തിത്വമാണ് നാദാപുരത്തു നിന്നുള്ള CP സലാം. നാദാപുരം കലാപത്തിന്റെ ഭീകരത കണ്ട് നൊന്തുകൊണ്ടാണ് അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്തിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം രാജിവെച്ചുകൊണ്ടാണ് നമ്മോടൊപ്പം വേദി പങ്കിടുന്നത്. അദ്ദേഹത്തെ വളരെ അഭിമാനപൂർവ്വം ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പരിപാടിയിൽ അധ്യക്ഷത വഹിക്കാൻ P. അബ്ദുൽ ഹമീദ് മാസ്റ്ററെ സാദരം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദ്യങ്ങൾ. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പ്രഥമ ദേശീയ അധ്യക്ഷനും ഇപ്പോൾ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗവുമായ E. അബൂബക്കർ സാഹിബ്, ഈ യോഗത്തെ അഭിമുഖീകരിച്ച് സംസാരിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി KH നാസർ, ഈ സമ്മേളനത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന പ്രമുഖ മാധ്യമ പ്രവർത്തകൻ O. അബ്ദുള്ള, യൗവനത്തിൻ്റെ ചുറുചുറുക്കുമായി മനുഷ്യാവകാശ രംഗത്ത് യുവജനങ്ങൾക്ക് ആവേശമായി നിലകൊള്ളുന്ന A. വാസു എന്ന വാസുവേട്ടൻ, SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ MK മനോജ് കുമാർ, നസറുദ്ദീൻ എളമരം,
BSP സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗഫൂർ പുതുപ്പാടി, മെക്ക സംസ്ഥാന ഉപ അധ്യക്ഷൻ പ്രൊഫസർ ഇ അബ്ദുൾ റഷീദ് തിരുവനന്തപുരം, സുന്നി യുവജന ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഫാറൂഖി മുഹമ്മദ്, MES കോഴിക്കോട് ജില്ലാ സെക്രട്ടറി PK അബ്ദുൽ ലത്തീഫ്, AK അബ്ദുൽ മജീദ്, SDPI നേതാക്കന്മാരായ AK അബ്ദുൽ മജീദ്, മുസ്തഫ കൊമ്മേരി, ഇസ്മായിൽ കമ്മന. ഇതിനു പുറമെ ഈ സമ്മേളനത്തിൻ്റെ ആകർഷക കേന്ദ്രമായ നാദാപുരത്ത് ശാശ്വത സമാധാനം സ്ഥാപിക്കുന്നതിന് ഇടതുപക്ഷത്തിൻ്റെ തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗത്വം വലിച്ചെറിഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പുറപ്പെട്ട ഇനിയുള്ള ജീവിതകാലം നാദാപുരത്ത് ശാശ്വത സമാധാനം സ്ഥാപിക്കുന്നതിന് അവിടെ അശാന്തി വിതച്ചുകൊണ്ടിരിക്കുന്ന ശക്തികൾക്കെതിരെ ധീരോദാത്തമായ ചെറുത്തുനിൽപ്പിന് മുന്നണി പോരാളിയായി നിൽക്കുന്നതിന് വന്നിരിക്കുന്ന ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്ന CP സലാം നാദാപുരം, ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന സംസ്ഥാന ജില്ലാ മണ്ഡലം നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഈ ഐക്യദാർഢ്യ സമ്മേളനം നടത്തുന്നതിന് സഹായിച്ച ക്രമസമാധാന പാലകരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, മാധ്യമപ്രവർത്തകരെ, മറ്റ് മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളായ നാട്ടുകാരെ, നാദാപുരം നാടിൻ്റെ നൊമ്പരം ഇരകളോട് ഐക്യപ്പെടുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന നാദാപുരം ഐക്യദാർഢ്യ ദിനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ബഹുജന റാലിക്ക് ശേഷമുള്ള പൊതുസമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന ഈ വേദി പക്ഷേ പാർട്ടിയുടേത് മാത്രമല്ല, ഇവിടെ അണിനിരന്നിരിക്കുന്ന വിവിധ മത, സാംസ്കാരിക, രാഷ്ട്രീയ, മനുഷ്യാവകാശ, മാധ്യമ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ വേദിയാണ്. നമുക്കറിയാം, കേരളത്തിലെ മതേതര കേരളത്തെ മാനഭംഗപ്പെടുത്തിയ സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ മാസം അവസാനം നാദാപുരം മേഖലയിൽ നടന്നത്. നാദാപുരത്ത് തൂണേരി പഞ്ചായത്തിലെ വെള്ളൂരിൽ മുസ്ലിം ലീഗിൻ്റെയും CPM-ൻ്റെയും ചില ചെറുപ്പക്കാർ തമ്മിലുണ്ടായ വാക്ക് തർക്കമാണ് വലിയ പ്രതീക്ഷകൾ അർപ്പിക്കാവുന്ന ഒരു യുവാവിൻ്റെ ദാരുണമായ കൊലപാതകത്തിലും തുടർന്ന് ലജ്ജിപ്പിക്കുന്ന കൊള്ളയിലും കൊള്ളിവെപ്പിലുമൊക്കെ അവസാനിച്ച സംഭവം. അവിടെ മാർക്സിസ്റ്റ് DYFI പ്രവർത്തകനായ ഷിബിൻ എന്ന യുവാവ് കൊല്ലപ്പെട്ടത് ഏവരെയും ദുഃഖിപ്പിക്കുന്ന ദാരുണമായ ഒരു സംഭവമാണ്. പക്ഷെ അതേ തുടർന്ന് പിറ്റേ ദിവസം അവിടെ അരങ്ങേറിയ സംഭവങ്ങൾ ഈ സംഭവത്തിലുള്ള പെട്ടെന്നുള്ള വൈകാരിക പ്രതികരണമാണ് എന്ന് പറയാൻ കഴിയില്ല. തെരഞ്ഞുപിടിച്ച ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ വീടുകൾ ആക്രമിക്കുക, തകർക്കുക, കൊള്ളയടിക്കുക, ഗൃഹോപകരണങ്ങൾ നശിപ്പിക്കുക, നശിപ്പിക്കാൻ കഴിയാത്തത് കിണറ്റിലെറിയുക, കൊണ്ടുപോകാൻ കഴിയുന്നതൊക്കെ കൊള്ളയടിച്ച് കൊണ്ടുപോവുക. ഇതാണ് അവിടെ നടന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എനിക്ക് ശേഷം അവിടെ സന്ദർശിച്ച് പഠനം നടത്തിയ മനോജ് കുമാറൊക്കെ നിങ്ങളുടെ ജനറൽ സെക്രട്ടറി ഇവിടെ സംസാരിക്കാനുണ്ട്. മറ്റ് പ്രസംഗകരും പ്രത്യേകിച്ച് അബ്ദുസലാമും കാര്യങ്ങളൊക്കെ പറയും. ഇപ്പോ നാദാപുരത്ത് സമാധാനം കൈവന്നുകൊണ്ടിരിക്കുകയാണ്. നഷ്ടപരിഹാരം കൊടുക്കാൻ സർക്കാർ തയ്യാറായിരിക്കുന്നു.
കൊള്ള മുതൽ പിടിച്ചെടുത്ത് തുടങ്ങിയിരിക്കുന്നു. പോലീസ് ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഐക്യദാർഢ്യ സമ്മേളനവും റാലിയുമൊക്കെ? ഇത് സാമുദായിക വികാരം വ്രണപ്പെടുത്താനല്ലേ ഉപകരിക്കുക? ജനങ്ങളെ വൈകാരികമായി പ്രതികരിക്കാനല്ലേ പ്രേരിപ്പിക്കുക എന്നൊക്കെ പ്രചരിപ്പിക്കുന്നവരുണ്ട്. ഇത് പ്രചരിപ്പിക്കുന്ന വിഭാഗങ്ങൾ ഏതാണ് എന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. പക്ഷെ ഈ പ്രചരണത്തിൽ അകപ്പെട്ടു പോയി വിശ്വസിച്ച് അങ്ങനെ തന്നെയാണോ എന്ന് ചിന്തിച്ചു പോകുന്ന സാധാരണ ജനങ്ങളെ കുറ്റപ്പെടുത്താനാവില്ല. ഞാൻ പറയുന്നു, നാദാപുരത്ത് ശാശ്വത സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഈ റാലിയും സമ്മേളനവും. നാദാപുരത്ത് സമാധാനം ഉണ്ടാകണമെങ്കിൽ നാദാപുരത്ത് എന്താണ് നടന്നത്, മുമ്പ് നടന്നത് എന്താണ്, ഇനി നടക്കാനിരിക്കുന്നത് എന്താണ്, നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ പിന്നിൽ ആരാണ്, പിന്നിലുള്ള ആളുകളുടെ താല്പര്യം എന്താണ് എന്ന് ഈ നാട്ടിലെ സ്നേഹത്തിലും സഹോദര്യത്തിലും സൗഹൃദത്തിലും സഹവർത്തിത്വത്തിലും സമാധാനത്തിലും ഒക്കെ വിശ്വസിക്കുന്ന പൊതുസമൂഹം അറിയേണ്ടതുണ്ട്. അങ്ങനെ പൊതുസമൂഹം അവിടെ നടക്കുന്നതിനെ കുറിച്ച് വ്യക്തമായി അറിയുമ്പോൾ, പൗരസമൂഹത്തിന്റെ ശക്തമായ ഇടപെടലുണ്ടാകുമ്പോൾ മാത്രമേ ഇവിടെ ഭരണകൂടത്തിന്റെ നിഷ്പക്ഷമായ കാര്യക്ഷമമായ ഇടപെടലുണ്ടാകുകയുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ മാത്രമേ നാട്ടില് ക്രമസമാധാനം ഉറപ്പുവരുത്താൻ ജനങ്ങളുടെ ജീവനും സ്വത്തിനും പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യതപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നിഷ്പക്ഷമായി അവരുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ കഴിയൂ എന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ മാത്രമേ നാദാപുരത്ത് പ്രവർത്തിക്കുന്ന ഈ ഒത്തുകളി ജനങ്ങൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ പ്രതികൾ കൊലക്കും കൊള്ളക്കും നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ദുരന്തങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പോൾ മാത്രമേ നാദാപുരത്ത് സമാധാനം കൈവരുകയുള്ളൂ. ഇതിന് പൊതുസമൂഹത്തോട് പൗരസമൂഹത്തോട് ആവശ്യപ്പെടുക എന്നതാണ് ഞങ്ങൾ നിർവഹിക്കുന്ന ദൗത്യം. ഒരു കാര്യം വ്യക്തമായി പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ മറ്റിടങ്ങളിലെ പോലെ തന്നെ നാദാപുരത്തെയും വിവിധ സമുദായങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ അണിനിരന്നിരിക്കുന്ന വിവിധ ദർശനങ്ങളിൽ വിശ്വസിക്കുന്ന ജനങ്ങള് സ്നേഹത്തിലും സഹോദര്യത്തിലും സൗഹാർദ്ദത്തിലും ഒക്കെ വിശ്വസിക്കുന്നവരും അങ്ങനെ ഏകോദര സഹോദരന്മാരായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. ഇവിടെ വിഷം കലർത്തുന്നത് രണ്ട് പാർട്ടികളാണ്. വളരെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് മുസ്ലിം ലീഗ് CPM രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ. നമുക്ക് അപരിചിതമായ കമ്മ്യൂണിസ്റ്റുകാർക്ക് അപരിചിതമായ നാദാപുരത്തിന് കോഴിക്കോടിന് പുറത്തുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് അപരിചിതമായ മാർക്സ് പഠിപ്പിക്കാത്ത കമ്മ്യൂണിസമാണ് നാദാപുരത്ത് പുലരുന്നത്. വർഗസമരത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടല്ല അവിടെ തൊഴിലാളി വർഗത്തിൽ കൂടുതലായ ഈയവ വിഭാഗത്തെ മാർക്സിസ്റ്റുകാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. വർഗീയത പറഞ്ഞുകൊണ്ടാണ്. തങ്ങൾ ജീവിക്കാൻ വേണ്ടി നാട്ടില് മണ്ണിലും മണലാരണ്യത്തിലും ചെന്ന് എല്ലും തലയോടും ഉരുക്കി അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് കൊണ്ട് മാന്യമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാണ് നിന്റെ വർഗശത്രു എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി നാദാപുരം മേഖലയിൽ പാർട്ടി സംഘടിപ്പിച്ചത്. അവർ പറഞ്ഞിരിക്കുന്നു, ഇതാ ഈ വിഭാഗം നിങ്ങളുടെ ശത്രുവാണ്. ഒരു ശത്രുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംഘടിപ്പിക്കാൻ കഴിയുക. മറുപുറത്ത് മുസ്ലിം ലീഗ് എന്ന പാർട്ടി സാമുദായിക വികാരം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സംഘടിപ്പിച്ചു നിർത്തിയിരിക്കുന്ന ഈഴവ തൊഴിലാളി വർഗത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവരാണ് നിങ്ങളുടെ ശത്രുക്കൾ, ഇവരിൽ നിന്ന് ക്രിമിനൽ വൽക്കരിച്ച് നിർത്തിയിരിക്കുന്ന ഇവരിൽ നിന്ന് രക്ഷ വേണമെങ്കിൽ മുസ്ലിം ലീഗ് മാത്രമാണ് രക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ ബന്ദികളാക്കി നിർത്തുന്നു. ഈ രണ്ട് കൂട്ടരും നാദാപുരത്ത് ജനങ്ങളെ ബന്ദികളാക്കി നിർത്തിയിരിക്കുക, പരസ്പരം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വർഗീയ വികാരം വാനോളം ഉയർത്തുന്നു.
വമ്പിച്ച വർഗീയ വികാരം ഉദ്ദീപിപ്പിക്കുന്നു. എന്നിട്ട് കാര്യങ്ങൾ കൈകിട്ടു പോകുമ്പോൾ, നാദാപരങ്ങൾ ആവർത്തിക്കുമ്പോൾ അവൾ വളരെ വിദഗ്ധമായി രക്ഷപ്പെടുന്നു. അവർ മൂന്നാം കക്ഷിയെ ചൂണ്ടിക്കാണിക്കുന്നു. അവരാണ് കുഴപ്പക്കാർ. എന്നിട്ട് ഇവർ പരസ്പരം സഹകരിക്കുന്നു, ഒത്തുതീർപ്പിലെത്തുന്നു. ഇതാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നത്. നാദാപുരത്ത് സമാധാനമുണ്ടാകാൻ CPM-ഉം മുസ്ലിം ലീഗും അനുവർത്തിക്കുന്ന വൃത്തികെട്ട ഒത്തുകളി രാഷ്ട്രീയം അവസാനിപ്പിക്കണം. അത് അവസാനിപ്പിക്കുമ്പോൾ മാത്രമാണ് നാദാപുരത്ത് സമാധാനം കൈവരികയുള്ളൂ. ഈ ഒത്തുതീർപ്പ് അവസാനിപ്പിക്കേണ്ടത്. നിങ്ങൾക്കറിയാം, ഈ സംഭവം ഉണ്ടായപ്പോ വളരെ 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 ദുഃഖകരമായ അപമാനകരമായ സംഭവം. ഇത് മൂടിവെക്കുകയായിരുന്നു. ആരും അറിയില്ല 4-5 ദിവസത്തേക്ക്. അതിനെന്താ കാരണം? വർഗീയ വികാരമുണ്ടാവും, സാമുദായിക വികാരമുണ്ടാവും. പച്ചക്കള്ളമായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തിയിരിക്കുന്ന ഈ കൊടും ക്രൂരതകൾ പുറം സമൂഹം അറിഞ്ഞാൽ അവർക്ക് അവരുടെ നിലനിൽപ്പ് അപകടപ്പെടും. നാദാപുരത്തിനും കോഴിക്കോട് ജില്ലക്കും പുറത്തുള്ള മാർക്സിസ്റ്റുകാരായ സഖാക്കൾ അറിഞ്ഞാൽ അവരുടെ നിലനിൽപ്പിനെ അത് ബാധിക്കും. ഇത് മൂടിവെക്കേണ്ടതുണ്ട്. മുസ്ലിങ്ങളുടെയും ന്യൂനപക്ഷ സമുദായങ്ങളുടെയും ഒക്കെ മൊത്തം കുത്തക സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. ഇനി പാണക്കാട് കുടുംബമുള്ള കാലത്തോളം മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകൂല എന്ന് പറഞ്ഞ, മുസ്ലിങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും സംരക്ഷണം കൊടുക്കാൻ ഇതാ തങ്ങളുടെ പട്ടാളമുണ്ട് എന്ന് പറഞ്ഞ പ്രചരിപ്പിച്ച കൊട്ടേഷൻ സംഘങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച ആളുകൾക്ക് ജാള്യത മറക്കാൻ കഴിയുമായിരുന്നില്ല. അതിനുവേണ്ടിയാണ് ഇത് മൂടിവെച്ചത്. അവരെ വിശ്വസിപ്പിച്ചു. രണ്ട് കൂട്ടര്, രണ്ട് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും രണ്ട് പ്രമുഖ പാർട്ടികളാണിവർ. ആ പാർട്ടികൾ ഇങ്ങനെ ഒരു നിലപാട് എടുത്ത് പ്രചരിപ്പിച്ചപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പരിധിയിൽ നിർത്താൻ കഴിഞ്ഞു. ഒരു പരിധി വരെ മാധ്യമങ്ങളെയും സ്വാധീനിക്കാൻ കഴിഞ്ഞു. മാധ്യമങ്ങളെ സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ എന്താ പറയാ ദോഷവശം ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല, ദുരുദ്ദേശത്തോടു കൂടിയല്ല പറയുന്നത്. അവരും അങ്ങനെ മനസ്സിലാക്കിപ്പോയി. ഇത് ലോകം അറിയില്ല. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്ത് അവർ പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയാണ്, ഒരു ഭാരമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങൾ മുഴുവൻ. ഈ സംഭവം നടന്നപ്പോൾ ഇത് മൂടി വെക്കാൻ ഇവർ രണ്ടുപേരും ഒന്നിച്ചു, കൈകോർത്തു. സമാധാന കമ്മിറ്റി ആരും വന്നില്ല. SDPI അവിടെ പോയി പഠനം നടത്തി. ആ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ സമൂഹത്തോട് പത്രസമ്മേളനം, വാർത്താ സമ്മേളനം നടത്തി വിളിച്ചു പറഞ്ഞു. മുഖ്യമന്ത്രി അവിടെ സന്ദർശിക്കണം, ആഭ്യന്തരമന്ത്രി സന്ദർശിക്കണം, കൊള്ള മുതൽ പിടിച്ചെടുക്കണം, നഷ്ടപരിഹാരം നൽകണം, യഥാർത്ഥ അന്വേഷണം നടക്കണം, സത്യസന്ധമായ എന്ന് പറഞ്ഞപ്പോ മാളത്തിൽ ഒളിച്ചിരുന്ന പാർട്ടികൾ ഓരോന്നോരോന്ന് പുറത്തു വന്നു. UDF സംഘം പ്രതിനിധി സംഘം തിരുവനന്തപുരത്ത് ചെന്നു. മുഖ്യമന്ത്രി വന്നു. മുഖ്യമന്ത്രി വന്നിട്ട് സമാധാന യോഗം നടന്നു. മുഖ്യമന്ത്രി ഇരകളുടെ പരാതി കേൾക്കാൻ ആ പ്രദേശത്തേക്ക് പുറപ്പെടുകയായിരുന്നു. തടഞ്ഞതാരാ? മുസ്ലിം ലീഗിലെ രണ്ടാമൻ അദ്ദേഹം തടഞ്ഞു നിർത്തി, പോകാൻ അനുവദിച്ചില്ല. ജനരോഷം ഉണർന്നപ്പോ 2 ദിവസം കഴിഞ്ഞപ്പോ പോകാൻ തയ്യാറായി. അപ്പൊ അവിടെ ചെന്നപ്പോ മാധ്യമങ്ങളൊന്നും ഇല്ലാത്ത നേരത്ത് രാവിലെ ചെന്ന് തിരിച്ചു പോരാനുള്ള സംവിധാനം ഉണ്ടാക്കി. 1-2 വീടുകൾ സന്ദർശിച്ചു. ഷിബിന്റെ വീട് സന്ദർശിച്ചു. ഇരകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു തങ്ങളുടെ സങ്കടം പറയാൻ. എന്ത് സങ്കടം? 750-നും 1000-നും ഇടയിൽ പവൻ മോഷ്ടിച്ചത്, തങ്ങളുടെ ഇതുവരെയുള്ള സമ്പാദ്യം തച്ചു തകർത്തത്, ഗൃഹോപകരണങ്ങൾ മുഴുവൻ കിണറ്റിൽ തള്ളിയത്, കല്യാണം കഴിപ്പിക്കാൻ വെച്ച കാശ് മോഷ്ടിച്ചു കൊണ്ടുപോയത് പറയാൻ കാത്തിരിക്കുകയായിരുന്നു. പറയാൻ അവസരം നൽകിയില്ല. തടഞ്ഞതാരാ? മുഖ്യമന്ത്രിക്ക് എന്തു ദോഷം പറഞ്ഞാലും ആളുകൾ പറയുന്നത് കൃത്യമായി കേൾക്കാനുള്ള ഒരു സന്നദ്ധതയുള്ള മുഖ്യമന്ത്രിയാണ്. അത് കേൾക്കാൻ പോലും സമ്മതിച്ചില്ല. ഇങ്ങനെ ഇനിയും ധാരാളം നഷ്ടപരിഹാരം, കണ്ണിൽ പൊടിയിടാനുള്ള നഷ്ടപരിഹാരമായിരുന്നു നമുക്കറിയാം. ഇപ്പൊ ചോദിക്കാത്ത നഷ്ടപരിഹാരമൊക്കെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. 6 കോടി ഉറുപ്പിക. 6 കോടി ഉറുപ്പിക എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തുകാരുടെ ഗൃഹോപകരണങ്ങൾ, കിണറ്റിൽ തള്ളിയ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ തികയില്ല. 6 കോടി. 40-നും 50-നും ഇടയിൽ കോടി ഉറുപ്പികയാണ് അവിടെ കൊള്ള ചെയ്യപ്പെട്ടത്. അതിന് പോലുള്ള അപ്പൊ ഈ 5 മന്ത്രിമാരുണ്ടാവുന്നതിന്, UDF സ്ഥാനം നിലനിർത്തുന്നതിന്
മുസ്ലിം സമുദായവും മറ്റിതര വിഭാഗങ്ങളും നൽകേണ്ട വില എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്നത് ഇതാണ്. ഇവിടെ ശാശ്വത സമാധാനം ഉണ്ടാവേണ്ടതുണ്ട്. പുറന്തോൽ ചികിത്സ മതിയാവില്ല. അതിനെ ഈ CPM മുസ്ലിം ലീഗിന്റെ കാലാകാലമായി അവിടെ തുറന്നു പോരുന്ന വൃത്തികെട്ട വർഗീയ ക്രിമിനൽ രാഷ്ട്രീയം അവസാനിപ്പിക്കണം. അവരുടെ ഒത്തുകളി അവസാനിപ്പിക്കണം. നഷ്ടപരിഹാരം അർഹമായത് സർക്കാർ തന്നെ നൽകണം. അർഹമായത് സർക്കാർ നൽകണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒപ്പം പറയുന്നു, ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത് നൽകരുത്. എന്താ കാരണം? ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത് നൽകുന്നതിന് ഒരു വലിയ വൈരുദ്ധ്യമുണ്ട്. നഷ്ടപ്പെട്ടവരിൽ നിന്ന് തന്നെ തിരിച്ചു കൊടുക്കുക, നഷ്ടം നികത്തുക. ഒരു പ്രവാസി സംഘടന പ്രഖ്യാപിച്ചു, വീടുകളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. എവിടുന്ന്? പ്രവാസികളിൽ നിന്ന് പിരിച്ചിട്ട്. നഷ്ടപ്പെട്ടതാർക്കാ? പ്രവാസികൾക്ക്. നഷ്ടപ്പെട്ടവരിൽ നിന്ന് പിരിച്ച് നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഈ വിരോധാഭാസം, ഈ നാടകം അനുവദിക്കില്ല എന്നാ പറയുന്നത്. അപ്പൊ സർക്കാർ കൊടുക്കണം എന്ന് പറഞ്ഞാല് എത്രയാ സംഖ്യ കൊടുക്കേണ്ടത്? ഖജനാവിൽ ഇതിന് മാത്രം സംഖ്യയുണ്ടോ? ഖജനാവിൽ നിന്ന് എടുക്കേണ്ടതില്ല. സർക്കാർ നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ, സർക്കാരിന് പോലീസ് കാര്യക്ഷമമായി പ്രവർത്തിക്കുവാൻ തയ്യാറാണെങ്കിൽ പകൽ വെളിച്ചത്തിലാണ് ഈ കൊള്ള നടന്നിരിക്കുന്നത്. ഇത് കട്ടുകൊണ്ടുപോയവരുടെ അളമാരികളിലുണ്ട്. എടുത്തുകൊണ്ടുവരുവാൻ, പിടിച്ചെടുക്കുവാൻ ഈ സർക്കാരിന്, പോലീസിന് ത്രാണിയുണ്ടോ എങ്കിൽ ഇത് ഖജനാവിൽ നിന്ന് എടുക്കേണ്ടി വരില്ല. ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യതപ്പെട്ടത് ഗവൺമെന്റ്. ആ ഗവൺമെന്റ് കൃത്യനിർവഹണം നടത്താതിരുന്നാൽ അതിന്റെ നഷ്ടപരിഹാരം സർക്കാർ തന്നെ കൊടുക്കണം. ഇനി ഉദ്യോഗസ്ഥന്മാരാണ് വീഴ്ച വരുത്തിയെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുന്ന രീതി സ്വീകരിക്കുമ്പോൾ മാത്രമേ നാദാപുരത്ത് ശാശ്വത സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്നാണ്. അവസാനമായി പറയാനുള്ളത്, പൊതുസമൂഹം യഥാർത്ഥത്തിൽ നാദാപുരത്ത് എന്ത് മനസ്സിലാക്കുന്നു എന്ന് ഈ വേലി പൊളിച്ചുകൊണ്ട്, മൂടി മാറ്റിക്കൊണ്ട് മനസ്സിലാക്കുകയും പൗരസമൂഹം ശക്തമായി ഇടപെടുകയും ചെയ്യുമ്പോൾ മാത്രമേ നാദാപുരത്ത് സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്നാണ്. ഇതിന്റെ ഭാഗമായി നാദാപുരത്ത് ഈ സന്ദേശം ഉയർത്തിക്കൊണ്ട് നാദാപുരത്ത് ശാശ്വത സമാധാനം ഉണ്ടാവണം. നാദാപുരത്തെ ജനങ്ങൾ വർഗീയവാദികളോ തീവ്രവാദികളോ അവർ ഭീകരവാദികളോ മതഭ്രാന്തന്മാരോ അല്ല. അവർ ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഈ ഒത്തുകളിയാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് പ്രഖ്യാപിക്കുന്ന, വിദ്വേഷം, വൈരം ഒന്നിനും പരിഹാരമല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു CD, ശാന്തി കൊതിക്കുന്ന നാദാപുരം എന്ന ഒരു CD ഇതോടനുബന്ധിച്ച് ഇവിടെ പ്രകാശനം ചെയ്യുന്നുണ്ട്. അവിടെ പ്രദർശിപ്പിക്കാൻ ഇന്ന് കഴിയില്ല. അതിവിടെ പ്രകാശനം ചെയ്യുന്നതാണ്. കുറെ കോപ്പികൾ ഇവിടെ വിൽപ്പനക്കുണ്ടാകും. അത് വാങ്ങിക്കൊണ്ട് ഈ ദൗത്യം, ഈ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് സഹകരിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന, ഈ യോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം E. അബൂബക്കർ സാഹിബിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന P. അബ്ദുൽ ഹമീദ് മാഷ്, പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി K.H. നാസർ, പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ O. അബ്ദുള്ള സാഹിബ്, ഏത് യുവാവിനെയും കടത്തിവെട്ടുന്ന യൗവനവുമായി നിത്യഹരിത വിപ്ലവകാരിയായി നമ്മുടെ ഇടയിൽ വിലസിക്കൊണ്ടിരിക്കുന്ന വാസുവേട്ടൻ, HDPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി M.K. മനോജ് കുമാർ, PDPയുടെ സീനിയർ ജനറൽ സെക്രട്ടറി K.E. അബ്ദുള്ള, പ്രൊഫസർ E. അബ്ദുൾ റഷീദ്, മെക്കയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും എൻ്റെ ഒരു പഴയകാല സുഹൃത്തുമായ റഷീദ്, അഡ്വക്കേറ്റ് ഫാറൂഖി മുഹമ്മദ്, MESന്റെ ജില്ലാ സെക്രട്ടറി P.K. അബ്ദുൽ ലത്തീഫ്, നാദാപുരത്തു നിന്നും ഒരു കേട് കുടഞ്ഞെറിഞ്ഞ് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള CP സലാം, AK അബ്ദുൽ മജീദ്, മുസ്തഫ കൊമ്മേരി, നസറുദ്ദീൻ സാഹിബ് തുടങ്ങി ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായ HDPയുടെയും മറ്റ് സംഘടനകളുടെയും നേതാക്കന്മാരെ,
SDPI പ്രവർത്തകന്മാരെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇവിടെ ഈ സദസ്സിൽ SDPIയുടെ പ്രവർത്തകന്മാർ മാത്രമല്ല ഉള്ളത്. നാദാപുരത്തിൻ്റെയും നാദാപുരത്തും പരിസരത്തും വന്നിട്ടുള്ള നന്മയിൽ താല്പര്യമുള്ള ധാരാളം മുസ്ലിം ലീഗുകാരും CPMകാരുമുണ്ട്. അവർക്കും ഞാൻ എൻ്റെ അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ്. നാദാപുരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തായ ഒരു മാധ്യമപ്രവർത്തകൻ മുമ്പ് എന്നോട് ചോദിക്കുകയുണ്ടായി, RSSകാർ വാളെടുക്കുമ്പോഴും മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നു, CPMകാർ വാളെടുക്കുമ്പോഴും മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നു, ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. ആ മാധ്യമ സുഹൃത്ത് ഇപ്പോൾ എൻ്റെ മുമ്പിലുണ്ട്. അദ്ദേഹം ഇത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷെ ഞാൻ ഇത് ഓർക്കുന്നുണ്ട്. അന്ന് ഞാൻ പറഞ്ഞ മറുപടി, RSSകാർ അവരുടെ ആശയത്തോട് പ്രതിബദ്ധത പുലർത്തുമ്പോൾ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നു, CPMകാർ അവരുടെ ആശയത്തിൽ നിന്ന് ആശയത്തെ അവഗണിക്കുമ്പോൾ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നു എന്നായിരുന്നു. പക്ഷെ ഇന്ന് ആ സുഹൃത്തിൻ്റെ ചോദ്യം ഏതാണ്ട് അതേപോലെ തന്നെ ശരി എന്ന് ഉത്തരം പറയേണ്ട സ്ഥിതിയാണുള്ളത് എന്ന് തോന്നുന്നു നാദാപുരത്തെ വീണ്ടും കാണുമ്പോൾ. മുസ്ലിം ലീഗും CPM മുസ്ലിം ലീഗും തമ്മിൽ നല്ല ധാരണയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ധാരണ ഭരണത്തിലുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നാകുമായിരുന്നു. പക്ഷെ അതിന് അച്യുതാനന്ദൻ സമ്മതിക്കൂല. ഇനിയുള്ള കാലങ്ങളിൽ ഒരു പക്ഷെ അതും സംഭവിക്കാൻ ഇടയുണ്ട്. ഇപ്പം നടക്കുന്നതൊക്കെ തിരശ്ശീലക്ക് പിന്നിലുള്ള ഒരു തരം അഭ്യാസ പ്രകടനങ്ങളും സഹകരണ പ്രവർത്തനങ്ങളുമാണ്. CPM നടത്തുന്ന സമരങ്ങൾ വിജയിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ചന്ദ്രികയുടെ മുഖപ്രസംഗമനുസരിച്ച് അതൊക്കെ ശരിയാക്കി കൊടുത്തിട്ടുള്ളത് നമ്മളാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ നമ്മൾ ആരാണെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയേണ്ടതില്ല. അപ്പൊ ഇങ്ങനെ ഏത് വിഷയത്തിലും ഇതുപോലുള്ള സഹകരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രാദേശികമായി നാദാപുരത്ത് മാത്രമല്ല, പലയിടങ്ങളിലും, കണ്ണൂർ ജില്ലയിലും മറ്റു പലയിടങ്ങളിലും ഇവർ തമ്മിലുള്ള ഐക്യം എല്ലാവർക്കും, സാധാരണ നാട്ടുകാർക്കൊക്കെ അറിയാം, ലീഗുകാർക്കും അറിയാം, കോൺഗ്രസ്സുകാർക്കും അറിയാം, കമ്മ്യൂണിസ്റ്റുകാർക്കും ഒക്കെ അറിയാം. പക്ഷെ അത് നിർബാധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടി നടക്കും. ഉടനെ തന്നെ ഇവര് തമ്മിൽ ഒരു ഫോൺ സംഭാഷണം നടത്തും. മൂന്നാമത്തെ ഒരു കക്ഷിയെ തെരയും. ആ കക്ഷി മിക്കവാറും SDPI ആയിരിക്കും, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ആയിരിക്കും. അവർ വന്ന് കച്ചറുണ്ടാക്കി എന്നാ പറയാ. ഈ പ്രാവശ്യം അത് നടന്നില്ല. അതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു. ഈ പ്രാവശ്യം SDPI കിട്ടിയില്ല, പിടിക്കാൻ കിട്ടിയില്ല. അതാണ് സംഭവം. അതിന് ചില സൂത്രങ്ങൾ SDPIക്കാരും പ്രയോഗിച്ചു. അതുകൊണ്ടാണ് കിട്ടാതായി പോയത്. അല്ലെങ്കിൽ അവരവിടെ വെച്ച് തന്നെ SDPIക്കാർ കാണിച്ചു കൊടുക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നു. അപ്പം ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇവർ പഞ്ചായത്തുകൾ തോറും അവിടെ നടക്കുന്ന അഴിമതിയിൽ, അതുപോലുള്ള എല്ലാ സംഗതിയിലും കൂറുകച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. റോഡ് പണിയാണെങ്കിൽ കൂറുകച്ചവടമാണ്. എല്ലാവർക്കും വീതം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം, ഒരു രാഷ്ട്രീയ വൈരത്തിന്റെ സാഹചര്യമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത്. ഇപ്പൊ നാദാപുരത്ത് എന്താ സംഭവിച്ചത്? ഇപ്പൊ അമീത് മാഷ് ഇവിടെ പറഞ്ഞു, ഞാൻ വിശദമായി പറയുന്നില്ല. മുസ്ലിം ലീഗ് തുടങ്ങി വെച്ചു, CPM കൊള്ളയടിച്ചു തീർത്തു കൊടുത്തു. ഇതാണ് സംഭവിച്ചത്. അവിടെ നമ്മൾ കണ്ടത് മുസ്ലിം ലീഗിന്റെ ശൗര്യമുഖം, CPMന്റെ ക്രൗര്യമുഖം. ഈ രണ്ട് മുഖങ്ങളാണ് നാദാപുരത്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗ് അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. മുസ്ലിം ലീഗ് ഒന്ന് തുടങ്ങും, ഒന്നുകിൽ കണാരൻ അതിൽ അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് തടഞ്ഞു നിർത്തിയിട്ട് എന്തെങ്കിലും ഒരു കാറിനൊരു കല്ലേറ് നടത്തും. അത്രേ സംഭവിക്കൂ. പക്ഷെ അതിനുശേഷം സംഭവിക്കുന്നത് എത്ര ജീവനാ പോകുന്നത്? ഇതിന്റെ നഷ്ടം ആർക്കാണ്? മുസ്ലിം സമുദായത്തിലെ ആളുകളെ ഒരു പ്രത്യേക വിഭാഗം എന്ന് അമീദ് മാഷ് പറഞ്ഞു. ഒരു പ്രത്യേക വിഭാഗം ഒന്നുമല്ല, മുസ്ലിം സമുദായത്തിലെ ആൾക്കാരെ തെരഞ്ഞു പിടിച്ചിട്ട് അതിൽ കോൺഗ്രസ്സുകാരും ഉണ്ടാവും, മറ്റേ എല്ലാ പാർട്ടിക്കാരും ഉണ്ടാവും. അവരെ തെരഞ്ഞു പിടിച്ചിട്ട് കൊള്ളയടിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ കൊല്ലുന്ന രീതിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് കുറച്ചുകൂടി ആസൂത്രിതമായി, ശാസ്ത്രീയ സോഷ്യലിസമാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരന്റെ ആശയം. അപ്പോൾ കുറച്ചും കൂടി ശാസ്ത്രീയമായി ഈ പ്രാവശ്യം നടന്നു, മറ്റൊരു വിധത്തിൽ നടന്നു എന്നേ ഉള്ളൂ.
സംഭവം നടന്നു. ഉടനെ തന്നെ അങ്ങോട്ട് കടന്നു ചെല്ലുന്നു, വീടുകൾ തെരഞ്ഞു പിടിക്കുന്നു, കൊള്ളയടിക്കുന്നു, കൊണ്ടുപോകുന്നു. ആരത് മോഷ്ടിച്ചു എന്ന് അമീത് മാഷ് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. വെറുമൊരു കൊള്ളക്കാരനെ മോഷ്ടാവ് എന്ന് വിളിക്കാൻ പാടുണ്ടോ? അപ്പൊ ഈ കൊള്ളയടിയാണ് നടന്നിട്ടുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. രാജ്യത്ത് ഈ കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ സംഘർഷങ്ങളും സംഘടനകളും നടക്കുന്നുണ്ട്. RSSകാരും CPMമാരും തമ്മിൽ നടക്കുന്നില്ലേ? എത്ര നടക്കുന്നു? പക്ഷെ ഇതുപോലുള്ള ഒരു കൊള്ളയടി നടക്കുന്നുണ്ടോ? എന്തുകൊണ്ട് നടത്തുന്നില്ല? CPMകാർ എന്തുകൊണ്ട് നടത്തുന്നില്ല? RSSകാർ എന്തുകൊണ്ട് നടത്തുന്നില്ല? എന്തുകൊണ്ട് മുസ്ലിം ലീഗുമായിട്ടുണ്ടാകുമ്പോൾ മാത്രം ഈ കൊള്ളയടി എന്തുകൊണ്ടാണ്? ഇതൊന്നും ആലോചിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണിത്? CPMൽ എന്താണ് മാറ്റം വന്നിട്ടുള്ളത് എന്ന് CPMകാർ പരിശോധിക്കേണ്ടതുണ്ട്. CPM കമ്മ്യൂണിസമാണ്. പക്ഷേ അവർ നടപ്പാക്കുന്നത് കമ്മ്യൂണലിസമാണ്. ഇത് മുമ്പേ സാധാരണ പറയാറുണ്ട്. പക്ഷെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ അത് പറയുന്നത്. നമുക്ക് അങ്ങനെ പറയണമെന്ന് ആഗ്രഹം ഇല്ലായിരുന്നു. CPMനെ സംബന്ധിച്ച് അങ്ങനെ പറയണമെന്ന് ഒരു താല്പര്യവും ഇല്ലാത്ത പാർട്ടിയാണ് SDPI. കാരണം ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണക്കാരായിട്ടുള്ള കേരളത്തിലെ ഇന്ത്യ രാജ്യത്തും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണക്കാരായിട്ടുള്ള നിമിത്തമായി നിന്നിട്ടുള്ള പാർട്ടിയാണ് CPM. അങ്ങനെയുള്ള ഒരു CPMനെ ഒരു വർഗീയ വിഭാഗം എന്ന നിലയിൽ ചൂണ്ടിക്കാണിക്കുന്നതിന് ഒരുപാട് വിഷമങ്ങളുണ്ട്. മനസ്സാക്ഷി അനുവദിക്കാത്ത വിഷമങ്ങൾ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. മറ്റു പലരും അങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങളെപ്പോലുള്ള ആളുകൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. CPMനെ സംബന്ധിച്ച് കമ്മ്യൂണൽ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ പറയേണ്ട സാഹചര്യം വന്നു ചേർന്നിരിക്കുന്നു. നോർത്ത് ഇന്ത്യയിലെ RSSകാർ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് മറ്റൊരു വിധത്തിൽ CPMകാർ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. RSSകാർ ചെയ്യുന്നതിന് പക്ഷേ മറ്റൊരു രീതിയുണ്ട്. എന്ന് വെച്ചാൽ പിന്നെ ഭീവണ്ടി, അതുപോലെ മുറാദാബാദ്, ആഗ്ര, അലിഗർ തുടങ്ങിയുള്ള സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾ ഇങ്ങനെ ചില വ്യവസായങ്ങളിൽ, ചില ഈ പൂട്ട് വ്യവസായം, അതുപോലെ തന്നെ പിച്ചള നിർമ്മാണത്തിനുള്ള സംഗതികൾ, ഇതൊക്കെ മുസ്ലിങ്ങളാണ് അവിടെ ഉള്ളത്. അവര് വളർന്നു വരുമ്പോ തുകൽ വ്യവസായം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവരാണ് തൊഴിലാളികളാണ് അധികവും. അവർ ക്രമേണ വളർന്നു വരുമ്പോൾ ആ വളർച്ച തടയുന്നതിന് വേണ്ടിയാണ് അവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാവാറുള്ളത്. അടുത്ത കാലത്തുണ്ടായ ഗുജറാത്ത് കലാപത്തെ പറ്റിയല്ല, അതുപോലുള്ള വംശഹത്യയെ പറ്റിയല്ല ഞാൻ പറയുന്നത്, വർഗീയ കലാപങ്ങളെ പറ്റിയാണ്. അങ്ങനെയുള്ള വർഗീയ കലാപങ്ങൾ അവിടെ ഉണ്ടാകുന്നത് അതിനു വേണ്ടിയാണ്. പക്ഷെ അതോടുകൂടി അത് അവിടെ അവസാനിക്കും. അത് മുസ്ലിങ്ങളെ തകരും, സാമ്പത്തികമായി തകരും, അതോടുകൂടി അവസാനിക്കും. വീണ്ടും ഇവർ സവർണ ബനിയന്മാരുടെ അടുത്ത് പോയിട്ട് ഈ പലിശക്ക് കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ അടുത്ത് പോയിട്ട് വീണ്ടും ലോണ് വാങ്ങും. അങ്ങനെ വീണ്ടും കച്ചവടം ഒന്ന് വരും. അപ്പം വീണ്ടും വർഗീയ കലാപം ഉണ്ടാവും. ഇങ്ങനെയാണ്. പക്ഷെ നാദാപുര അതുപോലെ തന്നെ ഇത്ര വ്യാപകമായ കൊള്ളയടിയോടെ നടക്കൂല. അതിനുള്ള സാഹചര്യം ഉണ്ടാവില്ല. അത്ര കൊള്ളയടിക്കാൻ ഉണ്ടാവുകയില്ല. അതുകൊണ്ടായിരിക്കണം. പക്ഷെ നാദാപുരത്ത് അതല്ല സംഭവിച്ചിട്ടുള്ളത്. വ്യാപകമായ കൊള്ളയടിയാണ് നടന്നിട്ടുള്ളത്. വലിയ തോതിലുള്ള കൊള്ളയടിയാണ് നടന്നിട്ടുള്ളത്. എന്തുകൊണ്ട് ഇങ്ങനെ നടന്നു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അത് കേരളത്തിന്റെ ഒരു CPMന്റെയും അല്ലാത്തതുമായ ഒരു രാഷ്ട്രീയ പരിജ്ഞാനം, രാഷ്ട്രീയ വിശകലനം ഈ വിഷയത്തിൽ ആവശ്യമായിട്ടുണ്ട്. CPM നടത്തണം, മറ്റുള്ളവരും നടത്തണം. കേരളത്തിൽ നടന്നത് വളരെ ഭീകരമായ തോതിലുള്ളതാണ് എന്ന് നമുക്ക് പത്രങ്ങളിൽ അധികം കിട്ടിയിട്ടില്ല. എങ്കിലും നമ്മൾ അവിടെ പോയി സഞ്ചരിച്ച് ആളുകൾക്ക് വേണ്ടി സംസാരിച്ച ആളുകൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ നടന്നത്? CPM എന്താ? CPMനെ നമുക്കറിയാം. ഒരു സാമ്പത്തിക തത്വശാസ്ത്രത്തിന്റെ ആൾക്കാരാണ് അവര്. അവിടെ നിന്നാണ് അവർ വളർന്നു വരുന്നത്. സാമ്പത്തിക തത്വശാസ്ത്രത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ വരുന്നത്. പക്ഷെ എന്നാൽ ഇങ്ങനെയാണ് ആ സാമ്പത്തിക തത്വശാസ്ത്രം എന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. മൂലധന സമാഹരണത്തിന്റെ ഒരു പ്രോലിറ്റേറിയൻ ആവിഷ്കാരമാണ് നാദാപുരത്ത് നടന്നതെന്നാണ് നമ്മൾ പറയുന്നത്. CPMന്റെ ഈ വിരോധം, മുസ്ലിങ്ങളോടുള്ള ഈ വിരോധം അവസാനിപ്പിക്കണം. എപ്പോഴാണ് ഇതിവർ നടത്തുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. രാജ്യത്ത് ഒരു വർഗീയ കക്ഷി അധികാരത്തിൽ വന്നിരിക്കുന്നു. രാജ്യത്തെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുകയും ആ ഭിന്നിപ്പിലൂടെ പരസ്പരമുള്ള ആക്രമണത്തിലൂടെയും അതുപോലെ പരസ്പരം രക്തം ചിന്തുന്നതിലൂടെയും ആ രക്തം നുണഞ്ഞുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണചക്രം
തിരിക്കാമെന്നും അവസാനം ബ്രാഹ്മണ്യത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകാമെന്നും സ്വപ്നം കാണുന്ന ഒരു വർഗീയ വിഷം ചീറ്റുന്ന വിഭാഗം അധികാരത്തിൽ വന്നിരിക്കുന്നു ഇന്ത്യ രാജ്യത്ത്. ജനാധിപത്യത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചാണ്, ലൂപ്പ് ഹോൾ ഉപയോഗിച്ചാണ് അവർ അധികാരത്തിൽ വന്നിട്ടുള്ളത്. 31% മാത്രം വോട്ട് കിട്ടിയിട്ടുള്ള ആളുകൾ അധികാരത്തിൽ വന്നു. ഈ ഒരു സാഹചര്യത്തിൽ രാജ്യത്തുള്ള മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ പാർട്ടികളും മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ജനങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ വലിയ കൊടും കിയാമത്തെ ഒന്നിച്ചു നേരിട്ടില്ല എങ്കിൽ ഇന്ത്യ രാജ്യം നിലനിൽക്കുകയില്ല എന്നുള്ളിടത്ത് എത്തിച്ചേരും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് CPM മതേതരത്വത്തിന്റെയും അതുപോലെ ജനാധിപത്യത്തിന്റെയും അപ്പോസ്തലന്മാരാണ് എന്ന് അവകാശപ്പെടുന്ന CPM പാവപ്പെട്ടവനോടൊപ്പം, ദളിതനോടൊപ്പം, ന്യൂനപക്ഷങ്ങളോടൊപ്പം അവരുടെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ള CPM എന്തുകൊണ്ട് ഈ ഒരു നിലപാട് നാദാപുരത്തും മറ്റു പ്രദേശങ്ങളിലും മുസ്ലിങ്ങളുടെ നേരെ സ്വീകരിക്കുന്നു എന്നതിന് അവർ മറുപടി പറഞ്ഞേ മതിയാകൂ. CPM-ന് കോടിയേരി ബാലകൃഷ്ണന് അതുപോലെ പിണറായി വിജയന് ഒക്കെ ജ്യോതിഷത്തിൽ വിശ്വാസമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഏതായാലും ഇല്ല. പലപ്പോഴും CPM-കാരുടെ നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് ജ്യോതിഷത്തിൽ വിശ്വാസമുണ്ടതായി കേട്ടിട്ടുണ്ട്. EMS-ന്റെ ഭാര്യ അന്തർജനം ക്ഷേത്രത്തിൽ പോകാറുണ്ടായിരുന്നു. കോടിയേരിയുടെ ഭാര്യയും ക്ഷേത്രത്തിൽ പോകാറുണ്ട്. ആ സമയത്ത് കൂടെ പോകാറുണ്ട് എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരാൾക്കാരാണെങ്കിൽ ജ്യോതിഷം ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അവർക്ക് ശനിദശയാണ് ഇപ്പം വരാൻ പോകുന്നത്. ശനിദശ വന്നു കഴിഞ്ഞു. CPM-ന് ഇനി വളരാൻ സാധ്യമല്ല കേരളത്തിന്റെ മണ്ണിൽ. അതേപോലെ തന്നെ മുസ്ലിം ലീഗും അതേ നിലപാടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടും തമ്മിൽ വലിയ സാമ്യതയുള്ള പാർട്ടികളാണ്. സാമ്യതയുണ്ട്. ഞാൻ പറയുന്നു, രണ്ടും ഒരേ ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്, അല്ലെങ്കിൽ സയാമീസ് ഇരട്ടകളാണ്. നേരത്തെ അമീദ് മാഷ് ഇവിടെ പറഞ്ഞല്ലോ, രണ്ടിന്റെയും താല്പര്യങ്ങൾ ഒന്നാണ്. ഒന്ന് ഹിന്ദു, ഒന്ന് നിങ്ങൾക്കെതിരെ ഇവിടെ കമ്മ്യൂണിസ്റ്റുകൾ ഹിന്ദുക്കളെ സംഘടിപ്പിച്ചിരിക്കുന്നു, അവർ നിങ്ങളെ കൊല്ലാൻ വരികയാണ്, അക്രമകാരികളാണ്, അവരെ ചെറുക്കുന്നതിന് ഞങ്ങളേ ഉള്ളൂ. എവിടെ ഞങ്ങൾ? സ്റ്റേജ് കുലുക്കി ചന്ദ്രഹാസം ഇളക്കി പ്രസംഗിച്ചിട്ട് കാര്യമുണ്ടോ സുഹൃത്തെ? സ്റ്റേജിന് ഭാരമാകും, സമുദായത്തിനും ഭാരമാകുക എന്നല്ലാതെ മറ്റെന്തെങ്കിലും പ്രയോജനമുണ്ടോ നിങ്ങളെ കൊണ്ട്? എന്താ ചെയ്തത്? എവിടെയാ ചെയ്തത്? പോട്ടെ, അത് ഞാൻ പറയുന്നില്ല ഇപ്പോ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇത് തമ്മിൽ വളരെയേറെ സാമ്യതയുണ്ട്. പശ്ചിമ ബംഗാളിൽ നമുക്കറിയാം, മുസ്ലിം ലീഗിന് മന്ത്രിമാരുണ്ടായിരുന്നു, MP-മാരുണ്ടായിരുന്നു, ഒരുപാട് MLA-മാരുണ്ടായിരുന്നു. പക്ഷെ ഇന്നോ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഡൽഹിയിലൊക്കെ നമ്മുടെ BJP-യെ പറ്റി പറയുന്നത് 3-വീലർ പാർട്ടി എന്നാ. 3 ആൾക്കാരേ ഉള്ളല്ലോ ഇതില്, അസംബ്ലിയിൽ 3 ആൾക്കാരേ ഉള്ളൂ. അതുകൊണ്ട് 3-വീലർ പാർട്ടി എന്നാ BJP-യെ പറ്റി പറയുന്നത് ഡൽഹിയിൽ. അതേപോലെ 3 ആൾക്കാർ മാത്രമുള്ള ഒരു പാർട്ടിയാണ് അവിടെ അസംബ്ലിയിലും ഇല്ല. 3 ആൾക്കാർ മാത്രമുള്ള ഒരു 3-വീലർ പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഇന്ന് പശ്ചിമ ബംഗാളിൽ. എന്നാൽ അതോടൊപ്പം തന്നെ CPM-ഓ 35 കൊല്ലം ഭരണത്തിലിരുന്ന് ഭരിച്ച് നാടാകെ വെളുപ്പിച്ച് കുട്ടിയെ അവസാനം ഇല്ലാതാക്കിയിട്ടുള്ള പാർട്ടിയാണ് CPM. അവിടെ CPM-ന്റെ രക്ത പതാക കയ്യേറ്റുകൊണ്ട് CPM-ന് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറായ തൊഴിലാളി വർഗത്തെയും കർഷകന്മാരെയും ടാറ്റയുടെ കമ്പനിക്ക് വേണ്ടി അല്ലെങ്കിൽ അതേപോലെ തന്നെ സലീം ഗ്രൂപ്പിന് വേണ്ടി ഒറ്റിക്കൊടുക്കാൻ ശ്രമിച്ച ഗവൺമെന്റ് ആയിരുന്നു CPM-ന്റേത്. അതുകൊണ്ട് നന്ദിഗ്രാമിലേക്ക് കടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി. മാത്രമല്ല CPM-ന് പശ്ചിമ ബംഗാളിലേക്ക് തന്നെ കടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും കാലങ്ങൾക്കുള്ളിൽ അവിടെ നമുക്ക് പോയാൽ മ്യൂസിയത്തിൽ CPM-നെ കാണാൻ സാധിച്ചു എന്ന് വരും. അവിടേക്കാ പോക്ക്. അത് തന്നെ കേരളത്തിലും വരും. വരണമോ? വരണമെങ്കിൽ നിങ്ങൾ കൊള്ളയടി തുടരണം. വരണ്ടെങ്കിൽ കൊള്ളയടി നിർത്തണം സഖാക്കളെ. നിങ്ങൾക്ക് ചേർന്നതല്ല ഈ പണി. നിങ്ങൾ ആത്മപരിശോധന നടത്തണം. ഇവിടെ മുസ്ലിം ലീഗ് സംരക്ഷിക്കുന്നോ പറയുന്നത്? മുസ്ലിം ലീഗിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? മുസ്ലിം ലീഗിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? 5 മന്ത്രിമാരുണ്ട്, പോട്ടെ 4 മന്ത്രിമാരുണ്ട്, അവർക്ക് 5 കാറുണ്ട്, 5 കൊടിയുണ്ട്, എന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? ഇവിടെ കുറെ ദിവസത്തേക്ക് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പോലും ആളുണ്ടായില്ല. അവസാനം SDP-യുടെ കുട്ടികള്
വഴി ഉപരോധിക്കേണ്ടി വന്നു. മുഖ്യമന്ത്രി വരണം, മന്ത്രിമാര് വരണം എന്ന് പറഞ്ഞുകൊണ്ട് വഴി ഉപരോധിക്കേണ്ടി വരും സംരക്ഷകർക്ക് അവിടെ എത്താൻ. ഈ സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. ഇത് ഇവർക്ക് ഭരണത്തിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഫീൽഡിൽ എന്തോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊമ്പ് കുലുക്കുക എന്നുള്ളതല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഫീൽഡിലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ ഭരണത്തിലൊന്നും പറ്റുന്നില്ല എന്നുള്ളത് നമ്മൾക്ക് ഇപ്പൊ നമ്മൾ കേട്ടത് എന്താന്ന് വെച്ചാൽ ചാനലുകളിലൊക്കെ വന്നൊരു സംഗതി ഉണ്ട്. നമ്മുടെ പിന്നെ ഒരു മന്ത്രി ഉണ്ടല്ലോ, ഇബ്രാഹിം കുഞ്ഞ് സാഹിബ്, നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി ഇബ്രാഹിം കുഞ്ഞ്, അദ്ദേഹം പറയുന്നു, രഹസ്യമായിട്ട് പ്രവർത്തകന്മാരോട് പറയാണ്, എല്ലാവരും അങ്ങനെ വിമർശിക്കാറുണ്ട് നമ്മളാണ് ഭരണം കൈയാളുന്നതെന്ന്. യഥാർത്ഥത്തിൽ അത് ശരി തന്നെയാണ്. നമ്മൾ എന്നാ ഭരണം കൈയാളുന്നതെന്നാ, നമ്മൾ തന്നെയാണ് ഭരണം കൈയാളുന്നത്. ഇപ്പം വേറൊരു സംഭവം ഞാൻ കേട്ടത് എന്താന്ന് വെച്ചാൽ, മുഖ്യമന്ത്രിക്ക് ഇച്ഛ എന്ന് എഴുതണമെങ്കിൽ മൂക്കുകൊണ്ട് മാത്രമേ എഴുതാൻ സാധിക്കുന്നുള്ളൂ എന്നാ കേട്ടിട്ടുള്ളത്. കാരണം എന്താ, ഇവർ മൂക്കുകൊണ്ട് ഇച്ഛ പഠിപ്പിച്ചു കളഞ്ഞു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ. അപ്പൊ അത്രക്ക് ശക്തിയുള്ള ആൾക്കാരാ. ഈ ശക്തി എവിടെ പോയി? ഭരണത്തിൽ എവിടെ നമ്മൾ കാണുന്നില്ല. നാദാപുരത്ത് കണ്ടിട്ടില്ല, വേറെ എവിടെയെങ്കിലും കണ്ടു? നാദാപുരത്ത് 25 ലക്ഷം ഉറുപ്പിക മരിച്ച കൊല ചെയ്യപ്പെട്ട ആ സ്നേഹിതന്റെ കുടുംബത്തിന് കൊടുത്തോട്ടെ, നമുക്കിന് വിരോധമൊന്നുമില്ല. പക്ഷേ 10 പൈസ, ഒരു 10 ഉറുപ്പിക പോട്ടെ, 10 പൈസ എന്നുള്ള ഇല്ലാന്ന് വെക്ക, 10 ഉറുപ്പിക കൊടുപ്പിക്കാൻ സാധിച്ചോ? കൊടുക്കും. ആരാ കൊടുക്കുക? ഈ നമ്പൂതിരി മുമ്പ് കുറുക്കല്യാണം കഴിച്ചതുപോലെയാ. ഒരു വിഭാഗത്തെ പറയല്ല കേട്ടോ. എന്ന് വെച്ചാൽ മറ്റേയാൾ വരാതിരിക്കില്ല, വന്നാൽ തരാതിരിക്കില്ല എന്നുള്ള നിലയിലാണ്. അതുപോലെ യൂസുഫ് അലി വരാതിരിക്കില്ല, വന്നാൽ തരാതിരിക്കില്ല. മേനോൻ വരാതിരിക്കില്ല, വന്നാൽ തരാതിരിക്കില്ല. ഈ നിലയിൽ കാശുണ്ടാക്കിയിട്ട് കൊടുക്കണോ? എന്തിനാ ഗവൺമെന്റ് ഇവിടെ? എന്തായിരുന്നു നിങ്ങളുടെ പോലീസ് ഇവിടെ ചെയ്തത്? എന്തിനായിരുന്നു ഈ പോലീസിനൊക്കെ അവിടെ വലിയ സന്നാഹത്തോടു കൂടി നിർത്തിയത്? ഒരു നിർണായക നിമിഷം വരുമ്പോ അരുത് എന്ന് പറയാൻ വേണ്ടിയാണോ നിങ്ങൾ നിർത്തിയത്? പോലീസിനോട് അനങ്ങിപ്പോകരുത് എന്ന് പറയാൻ വേണ്ടിയാണോ? ഇങ്ങനെ പോലീസും ഗവൺമെന്റും മന്ത്രിമാരും ഇവിടെ ഇടപെട്ടുകൊണ്ട് ഒരു സമുദായത്തെ ആകമാനം കൊള്ളയടിച്ചിട്ട് അതിന് നഷ്ടപരിഹാരം കൊടുക്കാൻ ഇതുവരെ മുസ്ലിം ലീഗിന്റെ 4 മന്ത്രിമാർക്കും 5 കാറിനും സാധിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാറ്റണം. നിങ്ങൾ നോക്കൂ, നമ്മൾ മറ്റുള്ള രംഗങ്ങളിൽ മുസ്ലിം ലീഗിനെ കാണുന്നുണ്ടോ? ഇത് തൊഗാഡിയയുടെ കേസ് പിൻവലിച്ചില്ലേ? ആരാ തൊഗാഡിയ? നിങ്ങൾക്കറിയാം, ഞാൻ പറയുന്നില്ല. തൊഗാഡിയയുടെ കേസ് പിൻവലിച്ചു. പോലീസ് ഓഫീസർമാരെ ആക്രമിക്കുകയും മർദ്ദിക്കുകയും ചെയ്തിട്ടുള്ള ഒരുപാട് ഓഫീസർമാർ ഹോസ്പിറ്റലിലായിരുന്നു, ഇപ്പോഴും സുഖം പ്രാപിച്ചിട്ടില്ല. അങ്ങനെയുള്ള 32 RSS ഗുണ്ടകളുടെയും ക്രിമിനലുകളുടെയും പേരിലുള്ള കേസ് ഒരു ദിവസം ഇവർ പോയി നോക്കുമ്പോൾ കേസില്ല. നമ്മൾ ഉമ്മൻചാണ്ടി സാഹിബ് അത് പിൻവലിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് മുസ്ലിം ലീഗിന്റെ ഭരണം. നേരെ മറിച്ച് ഇവിടെ ചെറുപ്പക്കാരുണ്ടെങ്കിൽ അതിൽ CPM പെടും. CPMന്റെ ആൾക്കാരെ പേര് UAPA. ഇപ്പൊ RSSന്റെ പേരിലും UAPA ഇട്ടിരിക്കുന്നു. കുറെ കാലമായിട്ട് പറയുന്നുണ്ട്, എന്താ RSSന്റെ പേരിലിടാത്തത്, എന്താണ് CPMന്റെയും മറ്റും മാത്രം പേരിലിടുന്നത്? പോപ്പുലർ ഫ്രണ്ടിന്റെ പേരിൽ UAPA, അതേപോലെ തന്നെ നമ്മുടെ ആദിവാസികളുടെ പേരിൽ UAPA എന്തുകൊണ്ട് ഇടുന്നില്ല എന്ന് ചോദിച്ചാൽ ഇപ്പൊ RSSകാർ വരും. ഞങ്ങൾ ഇതിനെതിരാ, RSSകാർ പേരിലിടരുത് UAPA കരിനിയമമാണ്. RSSന്റെ നേരെയല്ല, ഒരാളുടെ നേരെയും ആ നിയമം പ്രയോഗിക്കരുത് എന്നാണ് SDPI പറയുന്നത്. കേരളത്തിന് അപമാനമാണ് ആ നിയമം. മുമ്പ് ടാഡ വന്നപ്പോ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ AK ആന്റണി പറഞ്ഞു കേരളത്തിൽ നടപ്പാക്കുകയില്ല എന്ന്. നായനാർ നടപ്പാക്കിയില്ല, ആന്റണി നടപ്പാക്കിയില്ല. അവരുടെ പിന്മുറക്കാർ നടപ്പാക്കി. സംസ്കാരശൂന്യരായ ആളുകളെ നടപ്പാക്കുള്ളൂ. അതാണ് കേരളത്തിലെ ഇന്നത്തെ CPMഉം അതുപോലെ ഇന്നത്തെ UDFഉം. UAPA മുസ്ലിം ലീഗ് ഭരിക്കുന്നു. അവിടെ പാർലമെന്റിൽ ഇന്നലെയും മെഞ്ഞാന്നും ET മുഹമ്മദ് ബഷീർ സാഹിബ് അതിമനോഹരമായി പ്രസംഗിച്ചു എന്നാ കേട്ടത് UAPAക്കെതിരായി. എന്താ നിങ്ങൾക്ക് 5 മന്ത്രിമാരുള്ളിടത്ത് 20 MLAമാരുള്ളിടത്ത് UAPA നടപ്പാക്കരുത് എന്ന് പറയാനുള്ള ചങ്കൂറ്റം എന്തുകൊണ്ട് മുസ്ലിം ലീഗിന് നഷ്ടപ്പെട്ടു? നിങ്ങൾ പറയണം മറുപടി ഈ സമൂഹത്തോട്. ഇത് ആളുകളെ പറ്റിക്കുന്ന ഇടപാടല്ല വേണ്ടത്. സത്യസന്ധമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം, രാഷ്ട്രീയം കൈകാര്യം ചെയ്യണം.
മുസ്ലിം ലീഗ് സമാധാനത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണെന്നാണ് പറയുന്നത്. മുസ്ലിം ലീഗ് സമാധാനത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ്. ഞങ്ങൾക്കതിന് എതിർപ്പൊന്നുമില്ല, അവർ സമാധാനത്തിൽ വിശ്വസിച്ചോട്ടെ. പക്ഷേ നാദാപുരത്ത് സംഭവിച്ചത് സമാധാനപരമായ ഒരു കൊലപാതകമാണ്. അതുപോലെ വേറെ പലയിടത്തും ഇതുപോലുള്ള സമാധാനപരമായ കൊലപാതകങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. ഒരു അധ്യാപകനെ ശ്രീകൃഷ്ണന്റെ ചക്രായുധം പോലെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവർക്ക് സമാധാനം ഒരു ആയുധമാണ്. ഈ സമാധാനായുധം ഉപയോഗിച്ചാണ് ഒരു അധ്യാപകനെ ചവിട്ടിക്കൊന്നത് ഇവർ. ഈ സമാധാനത്തിന്റെ ആയുധം ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം പട്ടികയുടെ മുകളിൽ ആണി തറച്ച് ആ പട്ടി കൊണ്ട് അടിച്ച് ഒരാളെ കൊന്നത്. ഇവിടെ കോഴിക്കോട് ജില്ലയിൽ നാട്ടിന്റെ പല ഭാഗങ്ങളിലായിട്ട് ധാരാളം ചെറുപ്പക്കാരുടെ കൈകാലുകൾ അരിഞ്ഞു വീഴ്ത്തിയത് സമാധാനപരമായിട്ടായിരുന്നു. സമാധാനമില്ലെങ്കിൽ ഈ സമാധാനമാണ് നാദാപുരത്ത് തുടക്കം. എന്നിട്ട് ഈ സമാധാനപരമായ കൊലപാതകം നടത്തിയിട്ട് അവസാനം നായാടലിനായി മുസ്ലിം സമുദായത്തെ അങ്ങോട്ട് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. ലീഗുകാരെയും വിട്ടുകൊടുത്തു, മുസ്ലിങ്ങളെ മുഴുവൻ വിട്ടുകൊടുത്തു. മുസ്ലിം ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ആ വിഭാഗത്തെ സംരക്ഷിക്കുവാൻ എന്തെങ്കിലും ഒരു സംരക്ഷണം, ഒരു ആശ്വാസത്തിന്റെ വചനമെങ്കിലും പറയാൻ സാധിക്കണമായിരുന്നു. സാധിച്ചിട്ടില്ല. ഇവരാണ് മുസ്ലിങ്ങളുടെ സംരക്ഷണം മൊത്തം ഏറ്റെടുക്കുന്നത്. മുസ്ലിങ്ങളുടെ പോട്ടെ, ലീഗുകാരെ സംരക്ഷിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ഷുക്കൂറിനെ എന്താ ചെയ്തത്? 2 മണിക്കൂർ ജീവന് വേണ്ടി, സഹായത്തിന് വേണ്ടി കേണ ഷുക്കൂറിനെ എന്താ ചെയ്തത്? അതിനുശേഷം അവരുടെ കേസിൽ എന്താ ചെയ്തത്? അപ്പോൾ ഇത് ഞാൻ പറയുന്നത്, പിന്നെ മുസ്ലിം ലീഗുകാര് ഈ സമാധാനത്തിന്റെ ആയുധം ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കണം. തളിപ്പറമ്പിൽ മുസ്ലിം ലീഗ് പള്ളി തകർത്തിട്ടുണ്ട്. മദ്രസ തീവച്ചിട്ടുണ്ട്. മദ്രസ തീവച്ചിട്ടുണ്ട്, പള്ളി തകർത്തിട്ടുണ്ട്. ആശാഴ്ചയെ കടിച്ചു. പിന്നെയും ലീഗ് മുമ്പോട്ട്. ഈ അവസ്ഥ മാറണം, മാറിയേ പറ്റൂ. അത് മാറ്റാൻ വേണ്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. നമ്മൾ മുസ്ലിം ലീഗിനെ എതിർക്കാനല്ല SDPI എന്ന് പറഞ്ഞാൽ, മുസ്ലിം ലീഗിനെ എതിർക്കാനല്ല. മുസ്ലിങ്ങളെപ്പോലെ മുസ്ലിങ്ങളും ദളിതുകളും പിന്നോക്ക വിഭാഗങ്ങളും അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രാന്തവൽക്കരിക്കപ്പെട്ട മുഴുവൻ ജനതയെയും, നീതി നിഷേധിക്കപ്പെട്ട മുഴുവൻ ആളുകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്